പ്രാചീന കേരളം. പഴന്തമിഴ് പാട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളെ എത്ര തിണകളായി വിഭജിച്ചിരിക്കുന്നു? 5. ഐന്തിണകൾ ഏതെല്ലാമാണ്? കുറിഞ്ഞി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ. പർവ്വത പ്രദേശങ്ങൾ ഏതു തിണയിൽ ഉൾപ്പെട്ടതായിരുന്നു? കുറിഞ്ഞി. വനങ്ങളും മേച്ചിൽപ്പുറങ്ങളും നിറഞ്ഞ തിണ ഏതായിരുന്നു? മുല്ലൈ. കൃഷിഭൂമികളായ സമതലങ്ങൾ നിറഞ്ഞ തിണ ഏതായിരുന്നു? മരുതം. സമുദ്രതീര പ്രദേശമായ തിണ ഏതായിരുന്നു? നെയ്തൽ. തേൻ ഉൾപ്പെടെയുള്ള കാട്ടുവിഭവങ്ങളുടെ ശേഖരണം തൊഴിലാക്കിയിരുന്നത് ഏതു തിണയിലെ നിവാസികളാണ്? കുറിഞ്ഞി. കാലിമേയ്ക്കലും അനുബന്ധ തൊഴിലുകളും നടത്തിയിരുന്നത് ഏതു തിണയിലാണ്? മുല്ലൈ. കൃഷി മുഖ്യ തൊഴിലായി സ്വീകരിച്ചിരുന്നത് ഏതു തിണയിലെ നിവാസികളാണ്? മരുതം. മത്സ്യബന്ധനം ഏതു തിണയിലെ മുഖ്യ ഉപജീവന മാർഗം ആയിരുന്നു? നെയ്തൽ. കൊള്ളയടി മുഖ്യ തൊഴിലാക്കിയിരുന്നത് ഏതു തിണയിലെ ജനങ്ങളാണ്? പാലൈ. ഏറ്റവുമധികം ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഏതു തിണയിലാണ്? മരുതം. ഊഷരഭൂമി നിറഞ്ഞ തിണ ഏതായിരുന്നു? പാലൈ. ഏതു തിണയിലെ നിവാസികളുടെ പ്രധാന ആരാധനാമൂർത്തിയായിരുന്നു മുരുകൻ? കുറിഞ്ഞി. മുല്ലൈ തിണയിലം പ്രധാന ആരാധനാമൂർത്തി ആരായിരുന്നു? മായോൻ. വേന്തൻ പ്രധാന ആരാധനാമൂർത്തിയായിരുന്നത് ഏത് തിണയിലാണ്? മരുതം. നെയ്തൽ തിണയിലം പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി ആരായിരുന്നു? കടലോൻ. പാലൈ തിണയിലെ പ്രധാന ആരാധനാമൂർത്തി ആരായിരുന്നു? കൊറ്റവൈ. ദ്രാവിഡ മതത്തിലെ സമരദേവി ഏതായിരുന്നു? കൊറ്റവൈ. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കപ്പെടുന്ന കേരളത്തിലെ നദി ഏത്? പെരിയാർ. കേരളത്തിലെ ഏതു നദിയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടത്? പമ്പ. തെക്കു പടിഞ്ഞാറൻ കാലവർഷക്കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ച നാവികൻ ആര്? ഹിപ്പാലസ്. AD 45. ഹിപ്പാലസ് ഏതു ദേശക്കാരൻ ആയിരുന്നു? ഗ്രീക്ക്. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ആദ്യത്തെ സംസ്കൃത കൃതി ഏത്? ഐതരേയ ആരണ്യകം. കേരളത്തെക്കുറിച്ച് ഒട്ടേറെ വർണ്ണനകളുള്ള കാളിദാസന്റെ കൃതി ഏത്? രഘുവംശം. സംഘകാലത്തെ അറിയപ്പെടുന്ന കവയിത്രി ആരായിരുന്നു? ഔവയാർ. ഒന്നാം ചേര സാമ്രാജ്യത്തിന്റെ രാജധാനി ഏതായിരുന്നു? വഞ്ചിമുതൂർ. വാനവരമ്പൻ, പെരും ചോറ്റുതീയൻ എന്നീ വിളിപ്പേരുകൾ ഉണ്ടായിരുന്ന ചേര രാജാവ് ആര്? ഉദിയൻ ചേര രാജാവ്. ഇമയവരമ്പൻ എന്ന് വിളിക്കപ്പെടുന്ന ചേര രാജാവ് ആര്? നെടുംചേരലാതൻ. കടൽ പിറകോട്ടിയ ചേരൻ എന്ന് ബിരുദമുണ്ടായിരുന്നത് ആർക്ക്? വേൽകെഴു കുട്ടുവൻ. പ്രാചീന കേരളത്തിൽ ജൈനമതത്തിന്റെ ഏറ്റവും പ്രധാന കേന്ദ്രം ഏതായിരുന്നു? തൃക്കണാമതിലകം. പ്രാചീന കേരളത്തിലെ പ്രധാന ബുദ്ധ കേന്ദ്രം ഏതായിരുന്നു? ശ്രീമൂലവാസം. ഏതു മതത്തിന്റെ സ്വാധീന ഫലമായാണ് ആയുർവേദ ചികിത്സാ പദ്ധതിക്ക് കേരളത്തിൽ വൻ പ്രചാരം ലഭിച്ചത്? ബുദ്ധമതത്തിന്റെ. അഷ്ടാംഗഹൃദയം എന്ന ആയുർവേദ ഗ്രന്ഥത്തിന്റെ കർത്താവായ ബൗദ്ധ പണ്ഡിതൻ ആര്? വാഗ്ഭടൻ. പ്രസിദ്ധ മീമാംസാ പണ്ഡിതനായ പ്രഭാകരന്റെ തത്വചിന്ത ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ഗുരുമതം. ക്രിസ്തു ശിഷ്യനായ സെന്റ് തോമസ് കൊടുങ്ങല്ലൂരിനടുത്തുള്ള മാലിയങ്കരയിൽ വന്നെത്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന വർഷം ഏത്? AD 52. ജൂതന്മാർ ആദ്യമായി കേരളത്തിൽ എത്തിയ വർഷം ഏത്? AD 68 കൊടുങ്ങല്ലൂരിൽ. തെക്കൻ കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ഏതായിരുന്നു? ആയ് വംശം. AD 925 പാലിയം ശാസനം പുറപ്പെടുവിപ്പിച്ച ആയ് രാജാവ് ആര്? വിക്രമാദിത്യ വരഗുണൻ. ആയ് രാജ്യത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? പൊതിയിൽ മലയിലെ ആയ്ക്കുടി. ഏറ്റവും പേരുകേട്ട ആയ് രാജാക്കന്മാർ ആരെല്ലാമായിരുന്നു? ആയ് അണ്ടിരൻ, തിതിയൻ, അതിയൻ, ചടയൻ, കുരുനന്ദൻ,
കുരുനന്ദടക്കൻ, വിക്രമാദിത്യ വരഗുണൻ. ഓണത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന സംഘകൃതി ഏത്? മധുരൈ കാഞ്ചി. കൊല്ലവർഷം ആരംഭിച്ചത് എന്ന്? AD 825. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനം ഏത്? വേണാട്ടിലെ ശ്രീ വല്ലഭൻ കോതയുടെ മാമ്പള്ളി ശാസനം. കൊല്ലവർഷം ആരംഭിക്കുമ്പോൾ ചേര ചക്രവർത്തി ആരായിരുന്നു? രാജശേഖരവർമ്മൻ. രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ ഭരണകാലം ഏതായിരുന്നു? AD 800 മുതൽ 1102 വരെ. രണ്ടാം ചേര സാമ്രാജ്യം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് എന്ത്? കുലശേഖര സാമ്രാജ്യം. ദക്ഷിണ നളന്ദ എന്ന് പേരുകേട്ട പ്രാചീന കേരളത്തിലെ പഠന കേന്ദ്രം ഏത്? കാന്തള്ളൂർ ശാല. കാന്തള്ളൂർ ശാലയുടെ സ്ഥാപകനായി കരുതപ്പെടുന്നത് ആരെ? കരുനന്ദടക്കൻ. പ്രാചീന കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര്? ആയ രാജാവായിരുന്ന വിക്രമാദിത്യ വരഗുണൻ. രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? കുലശേഖരവർമ്മ, കുലശേഖര ആഴ്വാർ. പെരുമാൾ, തിരുമൊഴി, മുകുന്ദമാല എന്നീ കാവ്യങ്ങൾ രചിച്ച ചേര രാജാവ് ആര്? കുലശേഖര ആഴ്വാർ. ചേര രാജാക്കന്മാരുടേതായി കേരളത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള ആദ്യത്തെ ശാസനം ഏത്? രാജശേഖരവർമ്മൻ്റെ വാഴപ്പള്ളി ശാസനം. ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിൽ പരാമർശിക്കപ്പെടുന്ന ചേര ചക്രവർത്തി ആര്? രാജശേഖരവർമ്മ. ഭാസ്കരൻ്റെ ലഘുഭാസ്കരീയം എന്ന ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിന് ശങ്കരനാരായണൻ എഴുതിയ വ്യാഖ്യാനം ഏത്? ശങ്കരനാരായണീയം. പ്രാചീന കേരളത്തിലെ പ്രമുഖ ജ്യോതിശാസ്ത്ര പണ്ഡിതനായിരുന്ന ശങ്കരനാരായണൻ ഏതു ചേര ചക്രവർത്തി ആയിരുന്നു സദസ്യനായിരുന്നു? സ്ഥാണു രവിവർമ്മ. AD 1000 ജൂതശാസനം പുറപ്പെടുവിപ്പിച്ച ചേര രാജാവ് ആര്? ഭാസ്കര രവിവർമ്മ ഒന്നാമൻ. രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു? മഹോദയപുരം. അവസാനത്തെ കുലശേഖര ഭരണാധികാരി ആരായിരുന്നു? രാമവർമ്മ കുലശേഖരൻ. കേരള ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത്? കുലശേഖരന്മാരുടെ ഭരണകാലം. കുലശേഖര ഭരണകാലത്ത് തീയമാഴ്വൻ എന്നറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ ആര്? പോലീസ് ഇൻസ്പെക്ടർ. മണിഗ്രാമം, അഞ്ചുവണ്ണം, വളഞ്ചിയാർ, നാനാദേശികൾ, 18 പട്ടണത്താർ, നഗരം എന്നിവ എന്തായിരുന്നു? വണിക് സംഘടനകൾ. രത്നവ്യാപാരികളുടെ സംഘടന ഏതായിരുന്നു? മണിഗ്രാമം. വിദേശങ്ങളുമായി വാണിജ്യം നടത്തിയിരുന്ന വണിക് സംഘമേത്? വളഞ്ചിയാർ. ജൂതവ്യാപാരികളുടെ വണിക് സംഘം ഏതായിരുന്നു? അഞ്ചുവണ്ണം. സുറിയാനി ക്രിസ്ത്യാനികളുടെ വണിക് സംഘം ഏതായിരുന്നു? മണിഗ്രാമം. ചേരകാലത്ത് പദവാരം എന്നറിയപ്പെട്ടിരുന്ന നികുതി ഏത്? ഭൂനികുതി. പൊലിപ്പൊന്ന് എന്നറിയപ്പെട്ടിരുന്ന നികുതി ഏത്? വിൽപ്പന നികുതി. അടിമകളെ സൂക്ഷിക്കുന്നതിന് ഉടമകൾ നൽകിയിരുന്ന നികുതി ഏത്? ആൾക്കാശ്. കളിമൺപാത്ര നിർമ്മാണ വിദ്യ കേരളത്തിൽ പ്രചരിച്ചത് ഏതു രാജ്യവുമായുള്ള വാണിജ്യ ബന്ധത്തിൽ നിന്നാണ്? ചൈന. തിരുനെല്ലി ശാസനം ഏതു ചേര രാജാവിൻ്റേതാണ്? ഭാസ്കര രവിവർമ്മ. പ്രാചീന ഭാരതത്തിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെട്ട കേരളത്തിലെ തുറമുഖം ഏത്? കൊടുങ്ങല്ലൂർ. മുസിരിസ്, മക്കോദൈ, മഹോദയപുരം, മഹോദയപട്ടണം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ പ്രദേശം ഏത്? കൊടുങ്ങല്ലൂർ. യവനപ്രിയ എന്ന് സംസ്കൃത ഗ്രന്ഥകാരന്മാർ വിശേഷിപ്പിച്ച സുഗന്ധദ്രവ്യം ഏത്? കുരുമുളക്. പ്രാചീന കേരളത്തിലെ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയായിരുന്നു? ശങ്കരനാരായണൻ, ഹരിദത്തൻ, ഗോവിന്ദസ്വാമി. കൂടുതൽ ചോദ്യങ്ങൾക്കും മോക്ക് ടെസ്റ്റിനുമായി സന്ദർശിക്കുക www.keralapscgk.com.